സിബിനെ പൊരിച്ചെടുക്കുന്ന ലാലേട്ടൻ പ്രമോ എത്തിയിരിക്കുകയാണ്. സിബിൻ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അങ്ങനെ ചെറിയ കാര്യങ്ങൾ പോലും അവിടെ ചെയ്തവർക്ക് ലാലേട്ടൻ വന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ശിക്ഷകൾ കൊടുത്തിരുന്നു. നെക്സ്റ്റ് വീക്കിലെ ഡയറക്ടർ നോമിനേഷനിൽ ഇടുക എന്നുള്ളതായിരുന്നു എല്ലാവർക്കും കൊടുത്ത ശിക്ഷ എന്ന് പറയുന്നത്. അതിൽ അഭിഷേകിന് മാത്രം 2 ആഴ്ചയാണ് ഡയറക്ടർ നോമിനേഷനിൽ ഇട്ടിരിക്കുന്നത്. ഇനി ഒരു വാണിംഗ് ഉണ്ടാകില്ല എന്നും അവരോട് എല്ലാവരോടും പറഞ്ഞിരുന്നു. സിബിൻ ഇവിടെ ബിഗ് ബോസ് തന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തി വാണിംഗ് കൊടുത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്രയും സീരിയസ് ആയിട്ടുള്ള വിഷയമായിരുന്നു അത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ലാലേട്ടൻ ഇത്ര ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് അത്ര കലിപ്പിലാണ് എന്നത് തന്നെയാണ് അതിനർത്ഥം. അല്ലാതെ സിബിനെന്നോ മറ്റു മത്സരാർത്ഥികളെന്നോ എന്നുള്ളൊരു താരതമ്യം അവിടെ ഇല്ല. ഇപ്പൊ ജാസ്മിനെ ഒരുപാട് പേർക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം കൊണ്ട് സിബിൻ ചെയ്ത തെറ്റല്ലാതാകുന്നില്ല. ജാസ്മിനെതിരെ, ഒരു പെൺകുട്ടിക്കെതിരെ അങ്ങനെ കാണിച്ചത് ഒരിക്കലും തെറ്റല്ലാതാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ജാസ്മിനെ കുറ്റം പറഞ്ഞുകൊണ്ടും സിബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒക്കെ പറഞ്ഞിരുന്നു. പലരും പറഞ്ഞിരുന്നു സിബിൻ ചെയ്താൽ എന്താണ് കുഴപ്പം, ഒരു തെറ്റ് സിബിന്റെ കയ്യിൽ നിന്ന് പറ്റി, അതിലും വലിയ തെറ്റൊക്കെ ജാസ്മിനും ഗബ്രിയൊക്കെ അവിടെ ചെയ്യുന്നില്ലേ എന്നുള്ളത്. പക്ഷെ ജാസ്മിനും ഗബ്രിയൊന്നും ഇത്രയും വൃത്തികെട്ട ആക്ഷൻസ് ആരെയും മുഖത്ത് നോക്കിയിട്ട് കാണിച്ചിട്ടില്ല. പക്ഷേ അവർ ചെയ്യുന്നതിന് നമുക്ക് ന്യായീകരിക്കേണ്ട. പക്ഷെ ഇതുമായി താരതമ്യം ചെയ്യാനായിട്ട് ഒരിക്കലും കഴിയില്ല. സിബിൻ ചെയ്ത തെറ്റുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് ഏറ്റക്കുറിച്ചിലുകൾ പറഞ്ഞുകൊണ്ട് സിബിൻ ചെയ്ത തെറ്റ് ഒരിക്കലും ചെറുതാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്കിടയിലേക്ക് വരുന്ന ഈ ഷോയുടെ കാരണം ഇത്രയും മോശമായി ചിത്രീകരിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ട് കാരണം തന്നെയാണ് അവിടെ ലാലേട്ടൻ അത് ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച അതുപോലെ തന്നെ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബന്ധത്തെ ലാലേട്ടൻ ചോദ്യം ചെയ്യുകയും അതിനൊരു വ്യക്തത വരുത്തുകയും ചെയ്ത കാര്യമാണ്. അതിനുശേഷം അവർ ഒരു ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ മുമ്പ് കാണിച്ച പോലെ ഇരുന്ന കാര്യങ്ങൾ അവർ ഇപ്പോൾ ഗബ്രിയും ജാസ്മിനും കാണിക്കുന്നില്ല. അത് ലാലേട്ടൻ ചോദിച്ച് അവിടെ ഒരു ക്ലാരിറ്റി വരുത്തിയത് കൊണ്ട് തന്നെയാണ്. അവർക്കൊരു ക്ലാരിറ്റി ഇല്ലായിരിക്കാം, പക്ഷെ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അതുപോലെ തന്നെ സിബിനെ ഇത്തവണ ശിക്ഷ കൊടുക്കും എന്നുള്ള കാര്യം ഷുവറായിട്ടുള്ള കാര്യമാണ്. അത് സിബിൻ തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അവിടെ 1 വീക്ക് എനിക്ക് എന്തായാലും നോമിനേഷനിൽ തന്നെ ഇടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പവർ റൂമിൽ നിന്ന് സിബിനെ മാറ്റാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ഓൾറെഡി പൂജയും സിബിനും ഇരുന്നുകൊണ്ട് അവിടെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് പവർ റൂമിൽ നിന്ന് മാറ്റും തോന്നുന്നില്ല, എന്നെ ഡയറക്റ്റ് നോമിനേഷനിൽ നെക്സ്റ്റ് വീക്ക് ഇടും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് സിബിനും പൂജയിരുന്ന് സംസാരിച്ചത്. പക്ഷേ അതിലൊതുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നെക്സ്റ്റ് വീക്ക് സിബിനെ പവർ റൂമിൽ നിന്ന് ഇറക്കാനാണ് സാധ്യത. പവർ റൂമിൽ ഒരാഴ്ച ഇരുന്നുകൊണ്ട് സിബിൻ അവിടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് ഗ്രൂപ്പിനനുസരിച്ചാണ് സിബിൻ കളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി നിന്ന്, അതായത് പവർ റൂമിൽ നിന്ന് ഇറങ്ങി നിന്ന് സിബിൻ കളിക്കട്ടെ എന്നായിരിക്കണം ലാലേട്ടൻ വിചാരിക്കുന്നുണ്ടാവുക എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ബിഗ് ബോസ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനാണ് കൂടുതൽ ചാൻസ് കാണുന്നത്. പക്ഷെ സിബിനെ സംബന്ധിച്ചിടത്തോളം സിബിനെ പവർ റൂമിൽ നിന്ന് ഇപ്പൊ ലാലേട്ടനും ബിഗ് ബോസും ഇറക്കിയാലും ആ പവർ റൂമിലുള്ള ആൾക്കാർ സിബിനെ തന്നെ രാജാവായി കണ്ടുകൊണ്ട്, സിബിനെ എന്ന വ്യക്തിയെ പവർ റൂമിൽ അംഗമായി നിന്ന് കണ്ടുകൊണ്ട് തന്നെ അവിടെ ഗെയിം കളിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും പ്രേക്ഷകർക്കും ബിഗ് ബോസിനും അവിടെ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ന്യായമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ന്യായപരമായി ബിഗ് ബോസ് അവിടെ എടുക്കാൻ പോകുന്ന തീരുമാനം സിബിനെ ശിക്ഷിക്കുക എന്നുള്ളതാണ്. ശിക്ഷ എന്ന് പറയുന്നത് നോമിനേഷനിൽ ഇടുന്നതോടൊപ്പം തന്നെ പവർ റൂമിൽ നിന്ന് ഈ ആഴ്ച ഇറക്കുന്നത് കൂടി ആയിരിക്കും എന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്.